അപ്പോൾ നമ്മൾ നമ്മുടെ പാനൽ ഡിസ്കഷനിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഹബീബ് സാറാണ്. ഹബീബ് സാറിൻ്റെ ക്ലാസ് വെറും ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു ക്ലാസ് അല്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ തീം, നമ്മൾ കണ്ണ് എന്നുള്ള തീമിലാവുമ്പം കുറച്ച് കാര്യങ്ങൾ ഇടപെടൽ എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ചുകൂടി പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റഡ് ആവുക, ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ അറിയുകയും അറിയുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ നടത്താൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം അപ്പോൾ സാറ് അങ്ങനെ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പൊതുമേഖലകളിൽ നമുക്ക് ഇടപെടുന്നതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? താങ്ക് യു. അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, എനിക്ക് സാധിക്കുന്ന ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ഇടപെടാൻ പറ്റുമോ ആ മേഖലകളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കാറുണ്ട്. പ്രധാനമായി ഞാൻ പറഞ്ഞു, കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് 1967 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും 14 ജില്ലകളിലും യൂണിറ്റുകളുള്ള ഒരു വലിയ ഏതാണ്ട് 7000-ഓളം അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഇരുന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, സംസ്ഥാന അധ്യക്ഷനായിട്ട് ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ 2 സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകൾ. ആ 2 സ്കൂളുകളുടെ മാനേജർഷിപ്പ് ഇപ്പം ഞാൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികളുള്ള ഒരു സംഘടനയുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഞാൻ. ഈ സംഘടനയുടെ ഭാഗമായിട്ട് താഷ്കണ്ടിൽ വെച്ച് 2022 ഏഷ്യൻ ബ്ലൈൻഡ് യൂണിയൻ്റെ ജനറൽ ബോഡി നടന്നപ്പോഴേ ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത 3 പേരിൽ ഒരാളായിട്ട് എനിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുകൂടാതെ ഇപ്പോൾ അധ്യാപക മേഖലയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരധ്യാപക സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വരെയായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഒരു പ്രഭാഷകൻ എന്ന നിലക്കും ട്രെയിനിങ് ക്ലാസ്സസ് എടുക്കുന്ന ഒരു പരിശീലകൻ എന്ന നിലക്കും സംഗീത രംഗത്ത് തബലിസ്റ്റ്, അതുപോലെ ഒരു ഗായകൻ എന്ന നിലക്കും ചെസ്സിൽ താല്പര്യമുള്ളതുകൊണ്ട് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ വലിയ പ്രതിഭയൊന്നും അല്ലെങ്കിലും ചെസ് കളിക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ, കാഴ്ചയില്ലാത്തവരുടെ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് കൊച്ചിയിൽ വെച്ച് നടന്നപ്പോഴേ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കല്ലൂരിൽ അതിൻ്റെ ഫൈനൽ നടന്നപ്പോൾ അതിൻ്റെ കമൻട്രി പൂർണ്ണമായും പറഞ്ഞത് ഞാനായിരുന്നു. എന്നെക്കുറിച്ച് കുറേ ബൂസ്റ്റ് ചെയ്തല്ല ഞാൻ പറഞ്ഞത്, കാഴ്ചയില്ലാത്തവർക്ക് ഇടപെടാനുള്ള ഒരുപാട് സാധ്യതകൾ ഇന്ന് വന്നിട്ടുണ്ട്. 2-3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, നേരത്തെ ജയ്സൽ പറഞ്ഞ പോലെ മൊബിലിറ്റി, നമുക്ക് സ്വയം സഞ്ചരിക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. 2, നമ്മൾ കാഴ്ചയില്ലാത്തവരായി ജീവിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഈ സമൂഹം കാഴ്ചയുള്ളവർക്ക് വേണ്ടി നിർമ്മിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഗളിവർ 2 സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ആദ്യം പോകുന്നത്, കുറേ സ്ഥലങ്ങളിൽ പോകുന്നതിൽ 2 സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഒന്ന് ലില്ലിപുട്ട് എന്ന് പറഞ്ഞൊരു ദ്വീപിൽ പോകുന്നുണ്ട്. ലില്ലിപുട്ടിലെ മനുഷ്യർ ഗളിവറിൻ്റെ ഞെരിയാണിയൊപ്പം പൊക്കമുള്ള മനുഷ്യരായിരുന്നു, ആകെ അത്രയേ ഉള്ളൂ. 2ാമത് ഗളിവർ ബ്രോഡിഗ്നാക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെയുള്ള മനുഷ്യരുടെ ഞെരിയാണിക്കൊപ്പമായിരുന്നു ഗളിവറിൻ്റെ പൊക്കം. ഈ 2 സ്ഥലത്തും അവിടെയുള്ള ആളുകളോട് സംസാരിക്കാനും ഇടപെടാനും അതിജീവിക്കാനും ഗളിവറിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലില്ലിപുട്ടിലെ രാജാവിനെ ഗളിവറിൻ്റെ തോളിലെടുത്തു വെച്ചിട്ടായിരുന്നു ഗളിവറിനോട് ആ രാജാവ് സംസാരിച്ചത്. അതേസമയം ബ്രോഡിഗ്നാക്കിലെ രാജാവിൻ്റെ തോളോട് പൊക്കമുള്ള വലിയ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ഗളിവറിനെ അതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തിയതായിരുന്നു. അപ്പം അതേപോലെ ഇവിടെയുള്ള പ്രശ്നം, നിങ്ങളുണ്ടാക്കിയിട്ടുള്ള ഒരു സമൂഹം, ഒരു സാമൂഹിക ഘടന കണ്ണ് കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലുള്ള ആളുകൾക്ക് അവിടെ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അത് നമ്മൾ കുറച്ചൊന്ന് മാറ്റിയാൽ മതി. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ചുരുക്കാം, പിന്നെ അടുത്തൊരു അവസരം കിട്ടുകയാണെങ്കിൽ പറയാം.
അപ്പോൾ നമ്മൾ പറയില്ലേ, ലിഫ്റ്റ് ഉണ്ടാക്കണം, നല്ല വഴികൾ ഉണ്ടാക്കണം, റാമ്പ് ഉണ്ടാക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ എന്താ വിചാരിക്കുക, ഈ ലിഫ്റ്റൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാ? കുറച്ച് വീൽ ചെയറിൽ പോകുന്ന, കണ്ണ് കാണാൻ പറ്റാത്ത, ചലിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറേ ആളുകളുണ്ട്, പാവങ്ങൾ, ദൈവത്തിൻ്റെ വിധിയുടെ ശാപം കിട്ടിയ ആളുകൾ, അവരെ സഹായിക്കുന്നതിന് വേണ്ടി എന്നൊക്കെ പറയും. സത്യത്തിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേ അവസ്ഥയിൽ നിന്ന് നാളെ കണ്ണ് കാഴ്ച പോവുകയോ കാലിന് സ്വാധീനം ഇല്ലാതാവുകയോ കേൾവി ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും വന്നാ നിന്നെയൊന്നും ഇനി സമൂഹത്തിന് വേണ്ട, നീ വീട്ടിൽ പോയിരുന്നോ എന്ന് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. അത്തരം ആളുകൾക്കും അത്തരം ആളുകളുടെ പൊട്ടൻഷ്യൽ ഇല്ലേ, അത് ഉപയോഗപ്പെടുത്തേണ്ട. ഇനി ഇതും വേണ്ട, ഒരാൾക്ക് താൽക്കാലികമായിട്ട് കാലിനൊരു പൊട്ടലുണ്ടായി, ഒരു ടെമ്പററി ഫ്രാക്ചർ ഉണ്ടായി, അയാൾക്ക് വലിയ വേദനയൊന്നുമില്ല, പക്ഷേ പ്ലാസ്റ്റർ ഇട്ട് 2-3 മാസം റെസ്റ്റ് എടുക്കണം. എന്നാൽ ഇനി നീ പ്ലാസ്റ്റർ വെട്ടുന്ന പോലെ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞതിന് പകരം വീൽ ചെയർ പോകുന്ന റാമ്പോ ലിഫ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ വന്നിട്ട് ജോലി ചെയ്തൂടെ? ഇപ്പം നമ്മളെ സമൂഹത്തിൽ നമ്മൾ കാഴ്ചയില്ലാത്തവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന എന്തും ആർക്കെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ചെയ്യുന്ന ഔദാര്യങ്ങളല്ല, മറിച്ച് സമൂഹത്തിൻ്റെ പൊതു ആവശ്യങ്ങളാണെന്നാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, കാഴ്ചയില്ലാത്തവർക്ക് ഇടപെടാൻ സമൂഹത്തിൽ ഒരുപാട് മേഖലകളുണ്ട്. ഇന്ന് സാങ്കേതിക വിദ്യയൊക്കെ വന്നപ്പോഴേ നിങ്ങൾ കാണുക എന്നതല്ലാത്ത എന്തും നമുക്ക് ചെയ്യാം. അതിൽ കഴിവ് കുറവും കഴിവ് കൂടുതലും ഒക്കെ ഉള്ളതിനനുസരിച്ച് ഓരോരുത്തരുടെയും കാര്യങ്ങൾ മാറ്റം വരും. നിങ്ങൾ കണ്ണ് കാണുന്നവരാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഫ്ലുവൻസിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. പക്ഷേ കൃത്യമായ പരിശീലനവും പിന്തുണയും കൊടുത്താൽ കാഴ്ചയില്ലാത്തവർക്ക് ഏത് മേഖലയിലും അവർക്ക് കാണുക എന്നുള്ള എസെൻഷ്യൽ അനുഭവം ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇടപെടാം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ സാർ, കയ്യിൽ വെച്ചോളൂ സാർ. എല്ലാവർക്കും മൈക്കുണ്ട്, എല്ലാവരുടെ കയ്യിലും മൈക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സാറ് പറഞ്ഞത് വളരെ ക്ലിയറാണ്. പ്രതിസന്ധികളൊക്കെ നമ്മളെ മുന്നിൽ ഏത് വരുന്ന സമയത്തും സാറിൻ്റെ മുന്നിൽ സാർ ഒരുപാട് പൊസിഷൻസിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ നമ്മളെങ്ങനെ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, നമ്മളെങ്ങനെ ഇടപെടുന്നു, അതിനനുസരിച്ച് മാത്രമാണ്. ഓക്കെ സാർ, ഇനി സാറിലേക്ക് തിരിച്ചു വരാം. അതിന് മുമ്പ് നമ്മൾക്ക് ജെയ്സൽ നേരത്തെ സംസാരിച്ച് നിർത്തിയത്, പ്രത്യേകിച്ച് ജെയ്സലിൻ്റെ കയ്യിലൊരു കെയിനുണ്ട്. അപ്പോൾ ജെയ്സൽ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയുണ്ടല്ലോ, എങ്ങനെയാണ് എന്നുള്ള ആ ഒരു കാര്യം, അതൊന്ന് അതിൻ്റെ തുടർച്ച ഒന്ന് ചെയ്യാം. അതേപോലെ തന്നെ 1-2 പെർഫോമൻസും അത് കണ്ടാൽ സന്തോഷമാവും. പെർഫോമൻസ് ഇൻഷാ അല്ലാ നമുക്ക് ഈ ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പം ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഇതിലേക്ക് എത്തിയത് വടി ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങിയതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. അതൊന്ന് പറയാം ആദ്യം. അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്നോട് എൻ്റെ കാക്കയും വിഷ്വലി ഇംപയർഡാണ്. എൻ്റെ വീട്ടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഒരു താലൂക്ക് സമ്മേളനമൊക്കെ സംഘടിപ്പിക്കാം ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ. അതായത് അതെ, ഹബീബ് സാറെ വീട്ടിലും ചില്ലറ പരിപാടിയല്ല, ഹൈ റേഞ്ച് ഫാമിലിയാണ് ഞങ്ങൾ രണ്ടാളും. അതായത് ഞാൻ വിഷ്വലി ഇംപയർഡാണ്, എൻ്റെ കാക്ക വിഷ്വലി ഇംപയർഡാണ്, പൂർവാധികം ശക്തിയോടെ എൻ്റെ പെണ്ണുങ്ങളും വിഷ്വലി ഇംപയർഡാണ്. അപ്പോൾ കുറച്ചും കൂടെ മേപ്പെട്ട ഞാൻ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഈ 8ാം ക്ലാസ്സിലൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകും കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് നടന്നു പോകും, വടിയൊന്നും ഉപയോഗിക്കില്ല, ഞാൻ അങ്ങനെ ഇത് ചെയ്തിട്ട് നടന്നു പോകും. ആ സമയത്ത് എപ്പോഴും എൻ്റെ അക്കാക്ക് പറയടാ വടി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടന്നു പോകുക, ഞാനിങ്ങനെ മെല്ലെ പാട്ടൊക്കെ പാടിയിട്ടാണ് നടന്നു പോവുക. നെഞ്ചിനുള്ളിൽ നീയാണ് ഇങ്ങനെ മൂളിപ്പാട്ട് പാടുള്ളൂ കേട്ടോ. ഉറക്ക പാട്ടായിട്ട് ചിലപ്പോൾ ആൾക്കാർ പൈസ തന്നാളും, അപ്പോൾ മൂളിപ്പാട്ടേ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പാട്ടാടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ഹബീബ്, ഓൻ്റെ ഒരു വിളി, ജയിച്ചോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ? എടാ അവിടെ നിൽക്കുക, മുന്നിക്ക് പോകല്ലേ. അപ്പോൾ ഞാൻ പാടുന്ന പാട്ട് ഏതാ ഒന്ന് ഓഡിയൻസ് പറഞ്ഞേ. അപ്പോൾ ആ പാട്ടേനും. അപ്പോൾ ഹബീബ് എന്നെ വിളിക്കുന്നു, ജയിച്ചോ എന്താ പ്രശ്നം, എന്താ എടച്ച് മുന്നിക്ക് പോകല്ലേ, എന്താ പ്രശ്നം? ഓൻ പറയണേ, എൻ്റെ മുന്നിൽ ചാലാണ്. ഓനെങ്ങാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചാലിൻ്റെ ഉള്ളിൽ ഞാനാണ് എന്നിട്ട് പാട്ടിൻ്റെ വരി റീറൈറ്റ് ചെയ്യേണ്ടി വരും. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, എൻ്റെ നെറ്റിമൊക്കെ സൂക്ഷിച്ച് നോക്കുക എല്ലാവരും.
എൻ്റെ നെറ്റിമൽ ഈ ഒരു അടയാളം കണ്ടെങ്കിൽ ഈ ഇടത്തെ അറ്റത്ത്, അതായത് നിങ്ങളെ റൈറ്റ് സൈഡിൽ എവിടെ ഇരിക്കണ ഒരു റൈറ്റ് സൈഡിൽ, എൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊക്കെ കാണുക. ഈ ഇടത്തെ അറ്റത്തുള്ള ഈ അടയാളം എന്താ? നിസ്കാരത്താകുമ്പോ അതെന്താന്ന് വെച്ചാൽ പരപ്പനങ്ങാടി ബീച്ച് റോഡ് ജംഗ്ഷനിൽ നിങ്ങൾക്ക് പോയാൽ കാണാം ഒരു പോസ്റ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു അടയാളമാണ്. സുഹൃത്തുക്കൾ, അങ്ങനെ കുറേ തട്ടിയും തടഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ വടി എടുക്കണത് എൻ്റെ ഒരു ആവശ്യമായിപ്പോയി. കാരണം നെറ്റിമേൽ ഒരു പരിധി കൂടുതൽ അടയാളമായ പെണ്ണിട്ടൂല, ഭാവിയിൽ സീനാവൂലേ. അപ്പോൾ വടി എടുക്കേണ്ടതിൻ്റെ ആവശ്യമായി. അപ്പോൾ വടിയെടുത്ത് ഒറ്റക്ക് ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. പക്ഷേ ചില ആൾക്കാരെ കയ്യിൽ വടി ഉണ്ടാവില്ല. ഈ മൊബിലിറ്റി എന്നുള്ള ബേസിക് ആയിട്ടുള്ളൊരു നീഡാട്ടോ. അപ്പോൾ ഈ വടി ഇല്ലാത്ത ആളുകളെ നിങ്ങൾ ഗൈഡ് ചെയ്യണമല്ലോ. വടി ഇല്ലാത്ത ആൾക്കാരെ ഗൈഡ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് എനിക്ക് ഒരു വളണ്ടിയറെ വേണം. സദസ്സെന്ന് മതി. നമ്മൾ ഹലോ, എന്താ പേര്? യാഫിസ്. വരൂ. അപ്പോൾ യാഫിസ് ഇവിടെ നിൽക്കുന്നുണ്ട്. യാഫിസിനെ കൊണ്ട് നമ്മൾ ആദ്യം കാണിക്കുന്നത്, സാധാരണ ആൾക്കാർ ഞങ്ങളെ പല കോലത്തിലും കൊണ്ടുപോകലുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നാണ് ആദ്യം ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഒന്നാമത്തെ കൊണ്ടുപോകൽ, യാഫിസ് ഒരു വിഷ്വലി ഇംപയർഡായിട്ട് ഒന്ന് ആക്ട് ചെയ്യണം കേട്ടോ. ബ്ലൈൻഡായിട്ട് ഒന്ന് ആക്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു പെണ്ണാണ്, ഞാൻ വരികയാണ്. ചോദിക്കണേ മറുപടി പറയണേ മോനെ. എങ്ങോട്ടാ പോകേണ്ടത്? അപ്പുറത്തേക്ക് റോഡ് കിടക്കാനാണോ? ഞാൻ കൊണ്ടുപോകണ എങ്ങനെയാ ശ്രദ്ധിച്ചോളൂ. എങ്ങനെയാ കൊണ്ടുപോകണേ? ഇപ്പോൾ സത്യത്തിൽ ഓനാണ് എന്നെ കൊണ്ടുപോകണം. എന്നാലും എങ്ങനെയാ കൊണ്ടുപോകണേ? എൻ്റെ കൈ എവിടെ? ഓൻ്റെ ചൂണ്ടുവിരലിൻ്റെ അറ്റത്തിൻ്റെ അറ്റത്ത് അല്ലേ? അതൊരു കൊണ്ടുപോകലാണ്. രണ്ടാമത് ചില ടീമുകളുണ്ട്, ഓൾക്ക് പെരുഞ്ചാതി ധൃതിയാണ്. എങ്ങോട്ടാ പോണ്ടേ? റോഡ് കടക്കാനാ? വരി. ഇത് രണ്ടാമത്. ഇജ്ജ് പേടിക്കണ്ട കേട്ടോ, ഇജ്ജ് ഒറ്റക്ക് വിൽക്കൂല, ഞാനും കൂടെ വിൽക്കുള്ളൂ. ഓക്കെ. മൂന്നാമതൊരു ടീമുണ്ട്, ഓലെങ്ങനെയാണ് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഞാനാണ് ബ്ലൈൻഡ്, നമ്മളെ മോൻ സൈറ്റഡ് ആണ്. ഞാനിവിടെ അങ്ങനെ ഈ വടി പിടിച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ഓൻ എന്നോട് വന്ന് ചോദിക്കുകയാണ്, അപ്പുറത്തേക്കൊന്ന് കടത്തി തരുമോ? കൊണ്ടോലൊക്കെ അടിപൊളിയാണ്. ഇങ്ങോട്ട് വാ. കൊണ്ടോലൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ കൊണ്ടോല് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ശബ്ദം ഇങ്ങനെ വരും. ഏതാ ശബ്ദം? മൈക്കും ഒരു ശബ്ദം ഇങ്ങനെ വരും. ഏതാ ശബ്ദം? അല്ല, ശരിയല്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതേമാതിരിയാണ് കൊണ്ടുപോവുക. അതന്നെ. ഇനി അവസാനത്തെ ഒരൊറ്റ കൊണ്ടുപോലും കൂടെ, അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ മെയിൻ പാർട്ടിലേക്ക് വരും. അവസാനത്തെ ഒരു കൊണ്ടുപോല്. ഇത് കൊണ്ടുപോല് ആരാന്ന് വെച്ചാൽ, ഇത് കൊണ്ടുപോല് നല്ല പ്രായമുള്ള ആൾക്കാർ ചിലവര് അതേമാതിരി കള്ളു കുടിച്ചോരും. ഓല് കൊണ്ടുപോല് എങ്ങനെയാന്ന് കാണിച്ചുതരാം. ഓല് കൊണ്ടുപോല് ഞാനിപ്പോൾ എവിടെയാ മോനെ പോണ്ട? എവിടെയാ പോണ്ടേ? എടാ ഈ അങ്ങോട്ടെന്ന് പറയരുത്. അപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത്. ശരി, വാ. ജിൻ്റെ തോള് കൈയിടണ്ട, അന്നടക്കം ഞാൻ പിടിച്ചോളൂ. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. എൻ്റെ മക്കളെ ഇതേമാതിരി ഇന്നാളൊരു ചങ്ങായി കൊണ്ടുപോയിട്ടോ. ഞാൻ ബസ് കയറാനാണ് പോണത്, എനിക്ക് ബസ് കയറണം. അപ്പം ഇവരാണ് ഞാനെന്ന് വിചാരിച്ചോ. അപ്പം ഇയാൾ എന്നെ കൊണ്ടുപോകാം. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ബസ്സിൻ്റെ ഡോറിൻ്റെ അടുത്തെത്തി. പിന്നെ പെരും കൺഫ്യൂഷൻ, ഞാനാണോ കയറേണ്ടത് ഇയാളാണോ കയറേണ്ടത്? ഇനി ക്വസ്റ്റ്യൻ, എങ്ങനെ കൊണ്ടുപോകണം? കണ്ണ് കാണാത്ത ഒരാളെ കൊണ്ടുപോകേണ്ടത് അതിന് പറയാം സൈറ്റഡ് ഗൈഡ് ടെക്നീക്ക് എന്നാണ്. ശ്രദ്ധിച്ച് കണ്ടോളൂ. ഞാൻ കാഴ്ചയില്ലാത്തവൻ ഇവൻ്റെ ബാക്കിൽ നിൽക്കുന്നു. എൻ്റെ കൈ എവിടെയാ നോക്കൂ. ഒന്ന് അങ്ങോട്ട് നിന്നോ. കണ്ടല്ലോ എവിടെയാ ഉള്ളത്? ഒന്ന് പറഞ്ഞേ. ഓൻ്റെ മുട്ടും കൈയിൻ്റെ. മോനെ, ഈ എന്നോടൊന്നും പറയണ്ട. എന്നെ ഈ സദസ്സിലൂടെ ഒന്ന് കൊണ്ടുപോയിട്ട് തിരിച്ച് സ്റ്റേജിൽ കൊണ്ടുപോവാ. നടന്നോ.
എൻ്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നു എടാ. എന്തേലും പേര്? യാഫീസ്. എവിടെ വീട്? എവിടെ? കണ്ണൂർ. ആ അത് ശരി. മഴ കൊള്ളിക്കരുതേ. ഗ്രേറ്റ്. ഈ കൊണ്ടോവലിൻ്റെ ഗുണം ഇതിൽ എനിക്കെന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ? എക്സ്ട്രാ സെൻസറിൻ്റെ നെഞ്ഞിൻ്റെ അകത്ത് എക്സ്ട്രാ AI ചിപ്പ് ഉണ്ടോ? അതൊന്നും ഉണ്ടായിട്ടല്ല. ഇവിടെ ഈ മോൻ ഫ്രണ്ടിൽ ഞാൻ ഓൻ്റെ കൈ പിടിക്കണോണ്ട് ഓൻ താവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറക്കമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും, ഓൻ പൊന്തുമ്പോൾ കയറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഇനി ഈ വടി ഉപയോഗിച്ച് നടക്കുന്ന സമയത്തുള്ള ഗുണം എന്താ? ഈ പറഞ്ഞതൊക്കെ നമുക്ക് അല്ലാതെ മനസ്സിലാവും. അതെ, ഒന്ന് ഏറ്റവും വലിയത് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് എന്നുള്ളതാണ്. ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മളെ മോനെ ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം ഒരിക്കൽ കൂടെ. ഓക്കെ, ഞാനിപ്പോൾ ഈ വടി ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ കണ്ടോ, എൻ്റെ വടി എന്ത് ചെയ്തു? താന്നപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഒരു സ്റ്റെപ്പ് ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ? സ്റ്റെപ്പ് ഉണ്ടെന്ന് മനസ്സിലായി എന്ന് മാത്രമല്ല, ഈ വടി പിടിച്ച് ഞാൻ നടന്നു വരുമ്പോൾ കണ്ണ് കാണാത്ത ഒരാളാണ് കേട്ടോ നടന്നു വരുന്നത്. അപ്പോൾ ഒരു വടി പിടിച്ച ഒരാൾ നല്ലപോലെ നടന്നു പോവുകയാണെന്ന് വിചാരിച്ചോളി, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെന്ത് ചെയ്യും? സഹായിക്കും? ഹെൽപ്പ് ചെയ്യണോന്ന് ചോദിക്കും. ഗുഡ്. പിന്നെ എന്നാ ഞാൻ പറയട്ടെ, ഒന്നും ചെയ്യണ്ട, അയാൾ പോയിക്കോട്ടെ നല്ലപോലെ. അയാൾ നല്ലപോലെ നടന്ന് പോയിക്കോട്ടെ. അതാണ് നിങ്ങൾക്ക് അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇത്. നല്ല സ്വയം പര്യാപ്തനം. നമ്മൾ ഹെൽപ്പ് പീപ്പിൾ ടു ഹെൽപ്പ് ദംസെൽസ് എന്ന് പഠിച്ചിട്ടില്ലേ? സോഷ്യൽ വർക്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഹെൽപ്പ് പീപ്പിൾ ടു ഹെൽപ്പ് ദംസെൽസ്. സ്വയം പര്യാപ്തനാവാൻ ഹെൽപ്പ് ചെയ്യുക. നേരെ മറിച്ച് ആ ചങ്ങായി ഇങ്ങനെ നടന്നിങ്ങനെ പോവാണ്, ഒരു കുഴിയിലേക്ക് ഇപ്പം വീഴും എന്ന് പറയുമ്പോൾ ബോസ് നിങ്ങൾ വീണു സ്വയം പര്യാപ്തനാവൂ എന്ന് വിചാരിച്ചു കണ്ട് അയാളെ സഹായിക്കാതെ നിൽക്കരുത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അയാൾ ഒറ്റക്ക് നടന്നു പോവുകയാണെങ്കിൽ മൂപ്പര് നടന്നു പോയിക്കോട്ടെ. അവിടെ നിങ്ങൾക്ക് അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ അയാളെ ഹെൽപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ള. അയാൾ ഒറ്റക്ക് നടന്നു പോട്ടെ അല്ലേ? എന്നും നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ ഇതിനോട് ചേർത്ത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇതിനോട് ചേർത്ത് ചിലവർക്കുണ്ട് ഒരു പരിപാടി. എന്ത്? നമ്മളിങ്ങനെ നടക്കുമ്പോൾ നല്ലപോലെ നടക്കേക്കാരാ അങ്ങോട്ട് നിൽക്കി, അങ്ങോട്ടല്ല ഇങ്ങോട്ട്, അങ്ങോട്ടല്ല ഇങ്ങോട്ട്, അവിടെ കുഴിയുണ്ട്. അപ്പം നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് പറയും ഇടത്തോട്ട്. അപ്പം നിങ്ങളെ ഇടത് ഏതാവും? ഇത്. ശരിക്കും കുഴി എവിടാവും? ഇവിടെ തന്നെ. അപ്പം ഞാൻ എൻ്റെ ഇടത് ഏതാണ്? ഇത്. അപ്പോൾ നിങ്ങളെ ഇടത് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറും, ഇവിടെ ആയിരിക്കും ചിലപ്പോൾ കുഴി. അങ്ങനെയുള്ള കുറേ പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ അങ്ങോട്ട് എന്നുള്ളത് പറയണ്ട. കൃത്യമായിട്ട് വലതും ഇടതും അയാളുടെ കോണ്ടെക്സ്റ്റിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതേമാതിരി ചൂണ്ടുവിരലിൻ്റെ തുമ്പിൻ്റെ തുമ്പത്ത് പിടിച്ച് കൊണ്ടുപോകണ പരിപാടി വേണ്ട. അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരോട് ഒരൊറ്റ അപേക്ഷയുള്ളൂ, നിങ്ങൾ കൊണ്ടുപോകേണ്ട അയാൾ പോയി വീണോട്ടെ, എന്നാലും വേണ്ടിയില്ല, അയാൾ ഒറ്റക്ക് പോയി വീണോട്ടെ, നിങ്ങൾ അങ്ങനെ അയാളെ കൊണ്ടുപോകണ്ട. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു. ആഷിഖിനോട് ചോദിക്കാനുള്ളത്, എന്തെങ്കിലും അവസരങ്ങൾ ഇത് പിന്നെ ഇങ്ങനെ നമ്മൾക്ക് വിഷ്വൽ ഇമ്പയർഡ് ആയതുകൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടുകയോ അങ്ങനെ പ്രധാനമായിട്ട് എന്തെങ്കിലും ചലഞ്ചുകൾ ഇത് കാരണം അപ്പം ഒരുപാട് അവസരങ്ങൾ കിട്ടിയത് നമ്മൾ അറിഞ്ഞു, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്താ പ്രശ്നം വെച്ചാൽ ഈ നെഗറ്റീവുകൾ അധികം അങ്ങനെ ഓർത്ത് വെക്കാറില്ല എന്നുള്ളതാണ്. അത് ഒന്നാമത് എന്ന് വെച്ചാൽ നെഗറ്റീവിലൊരു പോസിറ്റീവ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഇപ്പോൾ B.Edൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അഡ്മിഷൻ കിട്ടിയ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സെൻറ്റർ അല്ലാതെ മറ്റൊരു സെൻറ്ററിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് കുറച്ചും കൂടെ സൗകര്യം കൺവീനിയൻ്റായിട്ട് തോന്നുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, എന്തായാലും അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു.
കാരണം എനിക്ക് യൂണിവേഴ്സിറ്റി സെൻറ്ററിനേക്കാളും സൗകര്യവും പിന്നെ അവിടെ ആയിരുന്നു. അതിലുള്ള കാരണം ഞാൻ പിന്നെ പറഞ്ഞുതരാം, വഴിയെ പറയാം. അപ്പോൾ അവിടെ അഡ്മിഷന് പോയ സമയത്ത് എന്താണ്, അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തരണമെങ്കിൽ തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെ PHൻ്റെ ഒരു ഓർഡറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ അഡ്മിഷനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ ഇവിടെ തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊരു ഫാക്ടറാണ്, അത് കാഴ്ച പരിമിതി എന്നുള്ളതല്ല. അപ്പോൾ പിന്നെ ഈ ഒരു ഓർഡറിൻ്റെ ബേസിൽ നമുക്ക് അഡ്മിഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പകരം അവർ പറഞ്ഞു സാധാരണ അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫീസ് അടക്കണം എന്നുള്ളൊരു വിഷയമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ PHൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും അവർക്ക് പറഞ്ഞിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. അപ്പോൾ എനിക്കവിടെ പഠിക്കാനുള്ളൊരു അവസരം, എന്തുകൊണ്ട് ഞാനവിടെ പഠിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജിൽ 52 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണുള്ളത്. ആ ഒരു ആൺകുട്ടി എന്നുള്ളത് സാക്ഷാൽ ആഷിഖ് കാളികാവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അവിടെ പഠിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട്, അവിടെ ബോയ്സ് സ്ട്രെങ്ത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ പിന്നീട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ എത്തിയ സമയത്ത് എനിക്ക് തോന്നി അവിടെ പഠിക്കാത്തത് നന്നായി എന്ന്. കാരണം എന്താ വെച്ചാൽ ഈ കോളേജിനേക്കാളും കുറച്ച് റെസ്ട്രിക്ഷൻസും സ്ട്രിക്ട്നെസ്സും അവിടെയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞറിവ്, കേട്ടറിവ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ പോകാത്തത് നന്നായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവിലും ഒരു പോസിറ്റീവ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെട്ടതൊന്നും വല്ലാതെ അങ്ങനെ ഓർത്തു വെക്കാറില്ല എന്നുള്ളൊരു വിഷയത്തിൽ പറഞ്ഞത്. നാസിർ ഉസ്താദിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ 3 പാനലിസ്റ്റുകൾ നമ്മൾ ജന്മന നമ്മൾ അല്ലേ വിഷ്വൽ ഇമ്പയർഡ് അല്ലേ, ജയ്സലും ഹബീബ് സാറൊക്കെ ആണ് അല്ലേ, ആഷിഖ് ആണോ? നാസിർ ഉസ്താദിൻ്റെ പ്രത്യേകത, നാസിർ ഉസ്താദ് 10ാം ക്ലാസ് വരെ നമ്മൾ ഓരോരുത്തരെയും പോലെ സാധാരണ പോലെ തന്നെ കാഴ്ചയുള്ള ഒരാളായിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചലഞ്ച് എന്ന് പറയുന്നതായിരിക്കും അതിന് നല്ലതെന്ന് തോന്നുന്നു. കാരണം ആ ചലഞ്ചുകളെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആ ഫേസ് ചെയ്ത ആളുകളാണ്. ഇപ്പം നാസിർ ഉസ്താദ് ആണെങ്കിലും JRF എന്ന് പറയുന്നത് ഒരു അധ്യാപകമോഹമുള്ള അല്ലെങ്കിൽ റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ് JRF എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഹബീബ് സാറ് ഫറൂഖ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. ആഷിഖ് ആണെങ്കിലും അങ്ങനെയൊക്കെ പെർഫോമൻസിലൂടെയൊക്കെ മുന്നോട്ട് പോയിരിക്കുന്ന ആളാണ്, ജയ്സലൊക്കെ. അപ്പോൾ ആ ചലഞ്ചുകൾ ഫേസ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ആഷിഖ് ഉസ്താദിൻ്റെ ഒരു ട്രാൻസിഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ സാധാരണ പോലെയിൽ നിന്നും പിന്നീട് ഇങ്ങനൊരു ഇതിലേക്ക് മാറിയതാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷനെ കുറിച്ച് അതിൻ്റെ ഒരു കാര്യം, അതുപോലെ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ഒക്ടോബർ 10-ാം തീയതി വേൾഡ് സൈറ്റ് ഡേ ആയിരുന്നു. സൈറ്റ് ഡേ എന്ന് അവിടെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ് പറഞ്ഞാൽ നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥകളുണ്ടെന്നാണ് നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. അതായത് ചില കെയറുകൾ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ കെയർ ഇല്ലാതെ ആയതുകൊണ്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട് WHO റിപ്പോർട്ടൊക്കെ ആ സമയത്ത് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ നാസിർ ഉസ്താദ് ആ ഒരു വിഷയത്തിൽ, ആ ഒരു കാര്യത്തിൽ നമ്മളോട് ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് നൽകും. 10ാം ക്ലാസ് എത്തുന്നത് വരെയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെപ്പോലെ കാഴ്ച ഉള്ള ആളായിരുന്നു ഞാനും. അപ്പോൾ ആ സമയത്ത് സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എല്ലാ പ്രോഗ്രാമുകൾക്കും ഞാനും മത്സരിച്ചിരുന്നു. സ്പോർട്സിലൊക്കെ ഫസ്റ്റൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ പിന്നീടാണ് നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുന്നത്. കാഴ്ച നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ആകെ വെളിച്ചം മാത്രമാണ് ഇപ്പോൾ നിലവിൽ കിട്ടുക.
ഒരു പ്രഭ എന്ന് പറയാം, നൂറ് എന്ന് പറയാം, അറബിയിൽ നൂറ് എന്ന് പറയുന്ന ആ ഒരു സംഗതി മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്നും സംഗതികളും കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം അത്തരൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു ബേജാറ് ഉണ്ടായിരുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പം അങ്ങനെ ഉണ്ടായ സമയത്ത് നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്നമഅൽ ഉസ്രി യുസ്റ എന്നാണല്ലോ. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു എളുപ്പം അള്ളാഹു മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് അള്ളാഹു മുന്നിൽ നമുക്ക് പരീക്ഷണമായിട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്ക് എന്തായാലും മുന്നേറ്റങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം നമ്മൾ ഈ പഠന രംഗത്ത് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ സഹായിക്കാനും ആമുമായി ബന്ധപ്പെടാനും ധാരാളം ആളുകളുണ്ടാകും. പക്ഷെ പഠനം കഴിഞ്ഞിട്ട് തൊഴിൽ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പലരും പല റൂട്ടിലേക്കാണ്ട് തിരിയും. പിന്നെ നമ്മുടെ വിഷയങ്ങൾ നോക്കാൻ നാം മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എത്താൻ എന്ത് ചെയ്യണോ അത് നാം ചെയ്തിരിക്കണം. അതാണ് ഞാൻ മുന്നോട്ട് വെച്ചിരുന്നത്. എനിക്ക് മതരംഗത്ത് നിലനിന്നുകൊണ്ട് തന്നെ ഭൗതികമായ പഠനം നേടണം എന്നതാണ്. നമ്മുടെ ഈ തുടക്ക കാലഘട്ടങ്ങളിൽ 1970-80 കാലഘട്ടങ്ങളിലൊക്കെ ഭൗതിക വിദ്യാഭ്യാസം പണ്ഡിതന്മാർക്ക് നേടാറില്ലായിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ ഇന്ന് നമുക്ക് 2 വിദ്യാഭ്യാസവും നേടാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത് രണ്ടും നേടണം, എന്നാലേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഈ ഭൗതിക ലോകത്ത് എന്നൊരു വിശ്വാസത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നും അതിനു വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ മഅദിലെത്തുന്നതിന് മുമ്പ് ചില കഥകളുണ്ട്. അഥവാ മഅദിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ക്യാമ്പസിൽ ഞാൻ ഇതുപോലെ തന്നെ മതവിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി അപേക്ഷിക്കാൻ പോയിരുന്നു. അപ്പോൾ കാഴ്ച എന്നുള്ളതൊരു പ്രതിസന്ധിയായിട്ട് അവർ കണ്ടു. അതവർക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ളൊരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടാകണമെന്നില്ല. അങ്ങനെയാണ് മഅദിലെത്തുന്നത്. മഅദിൽ നിന്നും വേണ്ട സംവിധാനങ്ങൾ ഉസ്താദുമാറും ബദറുസ്സാദാത്ത് തങ്ങൾ ഉസ്താദുമെല്ലാം ഒരുക്കി തന്നു. അതിലൂടെ നമ്മൾ പഠിക്കുക എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും പഠിക്കുന്ന സമയത്ത് ഒരു 10 മണി 11 വരെ പഠിച്ചാലും നമുക്കതിൻ്റെ മുകളിൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് പഠിക്കാൻ. അപ്പം അങ്ങനെ കുറച്ച് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്തു. മാത്രമല്ല ആദ്യ സമയത്തൊന്നും നമുക്ക് ഈ കിതാബുകൾ ബ്രെയിൻ ലിപിയിലില്ലാത്ത സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂട്ടുകാർ പറഞ്ഞത് കേട്ടിട്ട് ഓരോരുത്തർ പഠിക്കുമ്പോൾ അവരെ അടുത്ത് പോയി ഇരുന്ന് പഠിക്കണം. അപ്പോൾ ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് ഓൻ്റെ അടുത്ത് പോയിരിക്കും, പിന്നെ മറ്റുള്ളവർ പഠിക്കുമ്പോൾ ഓരോരുത്തർ അടുത്ത് പോയി ഇരുന്ന് പഠിക്കും. ഇപ്പം അൽഹംദുലില്ലാഹ് ഏകദേശം ഫിഖ്ഹായാലും തസ്ഖിയയായാലും നമ്മുടെ തഫ്സീർ മേഖലയായാലും കലാമ മേഖലയായാലും ഏകദേശം ഫന്നുകളിലൊക്കെ അൽഹംദുലില്ലാഹ് കിതാബുകൾ ഓതിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് മതരംഗത്തുള്ള സാഹചര്യം. ഇനി ഭൗതികമായിട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ ഹബീബ് സാറൊക്കെ പറഞ്ഞതുപോലെ നമ്മളെ തയ്യാൻ നമ്മുടെ ഒരു കാരണം മതി. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായാൽ നമുക്ക് തളർന്നു പോകാൻ അത് മതിയാകും. പക്ഷേ അത് പറ്റൂല. നമുക്ക് ഈ മതരംഗത്ത് നിൽക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള പഠനവും വേണം എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മഅദിലെത്തുന്നത്. അപ്പം ഭൗതികമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ജൂനിയർ വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂളിലെ ക്ലാസ്സുകൾ നമ്മൾ തന്നെയാണ് എടുക്കൽ. അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ടാവുക. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ജൂനിയർ വിദ്യാർത്ഥികൾക്ക് അഥവാ +1 +2 വിദ്യാർത്ഥികൾക്കുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് എടുക്കുക. അപ്പം അങ്ങനെ അത് എക്സ്പീരിയൻസ് ആക്കി എടുത്തു. അപ്പം അങ്ങനെ പഠിച്ചു. 2 രംഗത്തും ഈ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ പ്രതിസന്ധി അല്ല, നമ്മളത് നമ്മളുടേതായ ഒരു കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ ഒന്നും ഒരു തടസ്സമല്ല എന്നുള്ളത് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നതാണല്ലോ. അബ്ദുല്ലാഹി ഇബ്നു അദ്ദാദ് തങ്ങൾ കാഴ്ചയില്ലാത്ത ആളായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഓതിക്കൊണ്ടിരിക്കുന്ന അദ്ദാദ് ക്രോഡീകരിച്ചത്. അതുപോലെ തന്നെ പല മഹാന്മാരെ പരിശോധിക്കുമ്പോഴും അവരുടെ ജീവിതത്തിലെല്ലാം എന്തെങ്കിലും ന്യൂനതകളുണ്ടാകാം, അത് തരണം ചെയ്തിട്ട് മുന്നോട്ട് വന്നവരാണ്. അപ്പം അവരെ മുന്നിൽ നമ്മളൊന്നും അല്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും നമുക്ക് നേടണം എന്ന് വിചാരിക്കുന്നത് നമ്മൾ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നേടാൻ പരിശ്രമിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് എൻ്റെ അനുഭവം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.